NSS ജനറൽ സെക്രട്ടറിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ ഹൈറേഞ്ച് NSS യൂണിയൻ കരിദിനാചരണം നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെള്ളയാംകുടി റോഡ്, കട്ടപ്പന. 2022 ജൂൺ 8-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം NSS ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് NSS യൂണിയൻ ഭരണസമിതിയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറുകയും പ്രധാനപ്പെട്ട രേഖകൾ പലതും അപഹരിച്ചുകൊണ്ട് പോവുകയും ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ട് 2 വർഷം തികയുന്ന 2024 ജൂൺ 8 NSS യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു. OS പ്രഭാകരൻ നായർ മന്നത്താചാര്യന്റെ പൂർണ്ണകായ പ്രതിമയ്ക്ക് മുൻപിൽ ഭദ്രദീപം കൊളുത്തി പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. യൂണിയൻ വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധ കൂട്ടായ്മയും നടന്നു. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ഭരണഘടനാപരമായ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് G. സുകുമാരൻ നായർ നടത്തുന്ന ഏകാധിപത്യ ഭരണം സംഘടനയെയും സമുദായത്തെയും നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് R. മണിക്കുട്ടൻ പറഞ്ഞു. അർദ്ധരാത്രിയിൽ നമ്മുടെ ഒരു ഓഫീസിൽ ഒരാൾ കയറിയാൽ ആരും പ്രതികരിച്ചു പോകും. നമ്മുടെ വീട്ടിൽ കയറിയാലും പ്രതികരിച്ചു പോകും, എവിടെ കയറിയാലും പ്രതികരിച്ചു പോകുന്ന ഒരു സ്വാഭാവികമായ പ്രതികരണത്തിൽ തുടങ്ങിയ ഒരു സമരമാണെന്ന് 2 വർഷം. പക്ഷെ പിന്നീട് നമുക്കുണ്ടായ ബോധ്യം, എനിക്കുണ്ടായ ബോധ്യമല്ല, നമുക്കുണ്ടായ ബോധ്യം, ഇന്നത്തെ ഈ പരിപാടിക്ക് നോട്ടീസ് അടിച്ചില്ല, പ്രിന്റ് ചെയ്തില്ല, ആരെയും പോയി വിളിച്ചില്ല, ഒന്നുമില്ല. വാട്സപ്പിലൂടെ ഇട്ട ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളവരാ. ആ വന്നിട്ടുള്ളവരൊക്കെ ഹൈറേഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുമാണ്. ആ വന്നതിൻ്റെ കാരണവും ഈ ബോധ്യമാണ്. ആ നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ നേരിടുന്നത്. ഈ 2 വർഷക്കാലത്തിനിടയിൽ നമുക്കെതിരായി ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞു. നമുക്കെതിരായി ഒത്തിരി ആരോപണങ്ങൾ പറഞ്ഞു. NSSന്റെ ജനറൽ സെക്രട്ടറിക്കെതിരായി നിരവധികളായ ആരോപണങ്ങൾ. നമുക്കെതിരെ വന്ന ആരോപണങ്ങൾക്കൊക്കെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ എവിടെ വിളിച്ചാലും വരാൻ തയ്യാറാണ്, മറുപടി പറയാൻ തയ്യാറാണ്, രേഖകളുടെ പിൻബലത്തോടുകൂടി. ഏതെങ്കിലും ഒരു ആരോപണത്തിൽ അവർ കുറച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്? എന്തെല്ലാം അവർ എന്തെല്ലാം പറഞ്ഞു. ഈ സ്ഥലം NSSൻ്റേതല്ല, ഈ 4 ഏക്കർ ഭൂമി ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ്, ആ ട്രസ്റ്റിൽ 27 പേരേ ഉള്ളൂ, പാവപ്പെട്ട നായന്മാരുടെ കാശെല്ലാം കൂടെ വാങ്ങിച്ച് ഈ കെട്ടിടം പണിത് കഴിയുമ്പോൾ ഈ സ്ഥലവും കെട്ടിടവും എല്ലാം കൂടി ആ ട്രസ്റ്റിൻ്റെ ആയി മാറും. അവർ പറഞ്ഞല്ലോ. ഈ കെട്ടിടം അനധികൃത നിർമ്മാണമാണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു സഹകരണ സംഘം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, സഹകരണ സംഘം രൂപീകരിച്ച് ശ്രീപത്മനാഭപുരം പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്തെല്ലാം പറഞ്ഞു. ഏതെങ്കിലും ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ കണ്ടെത്തലുകളാണ്. എന്തുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകനെ പറ്റി പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം സാമ്പത്തിക അഴിമതിയാണ്. ഒരു നയാ പൈസയുടെ അഴിമതി പറയാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു 10 രൂപ എടുത്താൽ 1000 രൂപ എടുത്തു എന്ന് പറയാം. പക്ഷെ ഒരു പൈസ എടുക്കാത്തടത്ത് എങ്ങനെ പറയാൻ പറ്റും? ഒരു പൊതുപ്രവർത്തകരെതിരെ പ്രയോഗിക്കാവുന്ന ഏറ്റവും വലിയ ആയുധം. NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായരുടെ മുമ്പിൽ ഏതെങ്കിലും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളോ വാലും ചുരുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ബലഹീനതയുള്ളതുകൊണ്ടാണ്. അഡ്മിഷന്റെ പേരിൽ, ജോലിയുടെ പേരിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയുമേ സുകുമാരൻ നായർ കണ്ടിട്ടുള്ളൂ. അവരൊക്കെ പഞ്ചപുച്ഛമടക്കി നിൽക്കും. 2 വർഷക്കാലമായി ഹൈറേഞ്ച് താലൂക്ക് യൂണിയന്റെയും കരയോഗ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താതെ നീട്ടിക്കൊണ്ടുപോയി തളർത്താമെന്നും അങ്ങനെ യൂണിയനെ കൈപ്പിടിയിൽ ഒതുക്കുവാനുള്ള ഗൂഢശ്രമമാണ് സുകുമാരൻ നായരുടേതെന്നും അതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും മണിക്കുട്ടൻ കൂട്ടിച്ചേർത്തു. യൂണിയൻ വൈസ് പ്രസിഡന്റ് AK സുനിൽകുമാർ, യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ AJ, ഭരണസമിതി അംഗങ്ങളായ G. ശിവശങ്കരൻ നായർ, KG വാസുദേവൻ നായർ, G. ഗോപാലകൃഷ്ണൻ നായർ, PG രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ് പരിചയപ്പെടുത്തുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ്. ബ്രാൻഡഡ് ക്രോക്കറി ഉൽപ്പന്നങ്ങളുടെയും കിച്ചൺ വെയറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ ഷോറൂം. സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്, ഗ്രോസറി പ്രോഡക്ട്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ്. റെഡിമെയ്ഡ് കർട്ടൻസ്, ഫ്ലോർ മാറ്റുകൾ, കാർപ്പറ്റ്, ആർട്ടിഫിഷ്യൽ ഗ്രാസ്, ഫ്ലവേഴ്സ്, ഫോംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തികഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കർട്ടൻസ് ആൻഡ് ഫർണിഷിംഗ്, വെള്ളയാംകുടി റോഡ്, കട്ടപ്പന.